ഹലോ, ഇറ്റ്സ് മീ ശ്വേതാപി. ഇന്നത്തെ നമ്മുടെ യാത്ര തേക്കടിയിലെ എടപ്പാളയം വാച്ച് ടവറിലേക്കാണ്. ഒരുപാട് അനിമൽ സൈറ്റിംഗ്സിന് ചാൻസ് ഉള്ള പെരിയാർ ടൈഗർ റിസർവിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നിറയെ കാട്ടാനകളും കടുവകളുമുള്ള കാടിന്റെ നടുക്കുള്ള ഈ വാച്ച് ടവറിൽ 2 പേരെ മാത്രമേ അവർ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ തേക്കടിയിലുള്ള ട്രൈബൽ ഹെറിറ്റേജ് സെന്ററിൽ നിന്നാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 1 മണിക്കെത്തി ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ തേക്കടി ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോകണം. അങ്ങോട്ടേക്ക് സ്വന്തം വണ്ടിക്കോ ഇവരുടെ ഷട്ടിൽ ബസ് സർവീസിലോ പോവാൻ പറ്റും. ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം തുടങ്ങി നാളെ തിരിച്ചിവിടെ എത്തുന്നവരെ ഒരു ഫോറസ്റ്റ് ഓഫീസറും 2 ഗൈഡ്സും നമ്മുടെ ഒപ്പം ഉണ്ടാവും. പെരിയാർ ടൈഗർ റിസർവിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു നൈറ്റ് സ്റ്റേയും ഫോറസ്റ്റ് ട്രെക്കിങ്ങും മറ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കേജാണിത്. അപ്പോ പെരിയാർ ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റിലൂടെയാണ് ഈ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ഇവർ നടത്തുന്ന മറ്റു പല പ്രോഗ്രാംസും ഇതേ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് പോകുന്ന വഴിയെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുമാത്രമല്ല, കുറെ അനിമൽ സൈറ്റിംഗ്സും ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഇന്ന് രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ് ഉള്ളത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണേ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ബോട്ടിൽ ഇരിക്കുന്നവരെല്ലാരും ബോട്ടിങ്ങിന് വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് കയറിയവരാണ്. നമ്മൾ പക്ഷെ കുറച്ചു കഴിഞ്ഞ് KTDCയുടെ ലേക്ക് പാലസ് എത്തുമ്പോഴേക്ക് ഇറങ്ങും. അവിടെ നിന്നാണ് വാച്ച് ടവറിലേക്ക് പോകുന്നത്. ബോട്ടിംഗ് തുടങ്ങി ആദ്യം തന്നെ കണ്ട കാഴ്ച ഈ കാട്ടുപോത്തുകളെയാണ് കേട്ടോ. ഗൗർ എന്ന പേരുള്ള ഇന്ത്യൻ ബൈസൺസ് ആണിത്. പിന്നെ ഈ കൂട്ടത്തില് കാട്ടുപോത്തിന്റെ കുഞ്ഞുങ്ങളെ കാണാട്ടോ. ഒറ്റ നോട്ടത്തിലും മ്ലാവാണെന്ന് തോന്നിപ്പോകും. കൊക്കും നീർക്കാക്കയൊക്കെ സ്ഥിരം കാഴ്ചകളാണെങ്കിലും വെള്ളത്തിന്റെ നടുക്കുള്ള ആ മരച്ചില്ലകളിൽ ഇരിക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളത്തിന്റെ നടുക്ക് മരക്കുറ്റികളും ചില്ലകളും ഒക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് മുന്നേ ഇവിടെ മൊത്തം കാടായിരുന്നു. ഡാം പണിതതിനു ശേഷമാണ് ഇവിടുത്തെ ജലനിരപ്പ് ഉയരുന്നത്. അപ്പൊ ഇവിടത്തെ മരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി പോയി. ഏറ്റവും ഉയരം കൂടിയ മരങ്ങളുടെ ചില്ലകൾ മാത്രമേ ഇപ്പൊ വെള്ളത്തിന് മുകളിൽ കാണാൻ പറ്റുന്നുള്ളൂ. അതിൽ മിക്കതിലും തന്നെ പക്ഷികൾ കൂടുകൂട്ടിയേക്കുന്നത് കാണാട്ടോ. മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് കൂടിയാണ് വെള്ളത്തിന് നടുവിൽ ഇങ്ങനെ കൂടുകൂട്ടുന്നത് അവര്. ഇതാണ് സാമ്പാർ ഡിയർ. നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ മ്ലാവെന്ന് വിളിക്കാറുണ്ട്. ആ കാണുന്നതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന വാച്ച് ടവർ. അതിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ആ മ്ലാവിൻകൂട്ടം നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇറങ്ങാൻ സമയമായി. ഇതാണ് KTDCയുടെ ലേക്ക് പാലസ് റിസോർട്ട്. ഇവിടെ സ്റ്റേ ചെയ്യാൻ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ ദാ നമ്മൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് നടന്നു വേണം വാച്ച് ടവറിലേക്ക് പോവാൻ. കാടിന്റെ നടുക്കുള്ള സ്റ്റേ ആയതുകൊണ്ട് ഗസ്റ്റിനെയും കൂട്ടി ഓരോ തവണ വരുമ്പോഴും ഇതുപോലെ ബാഗുകളില് അന്നേക്കുള്ള സാധനങ്ങളായിട്ടായിരിക്കും ഗൈഡ്സ് നമ്മുടെ ഒപ്പം വരുന്നത്. ഇവിടെ നിന്ന് ലേക്ക് പാലസിന്റെ സൈഡിലൂടെ നടന്ന് വാച്ച് ടവറിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ നമ്മളിപ്പോ. എന്തായാലും കുറച്ചു ദൂരം നടക്കാനുണ്ടല്ലോ. അപ്പൊ ഗൈഡ്സിനൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലേക്ക് പാലസിന്റെ ചുറ്റിനും നല്ല ആഴമുള്ള ട്രെഞ്ചാണ്. നടന്നു തുടങ്ങിയപ്പോ തന്നെ ഒരു തത്തയെ കണ്ടു. ഞങ്ങളെ കണ്ടപാടെ അത് എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. കുറച്ചുകൂടെ നടന്നപ്പോഴേക്കും ഒരു പന്നിക്കൂട്ടത്തെ കണ്ടു. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആ കൂട്ടത്തില്. വളരെ ദൂരെയായിരുന്നു. അതുകൊണ്ട് പറ്റുന്നത്രയും സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ നടക്കുന്ന സീൻസ് അധികം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാച്ച് ടവർ കാണാം. ഇവിടെ നിന്ന് പറയുമ്പോ അടുത്തല്ല കേട്ടോ, അത്യാവശ്യം ദൂരെ തന്നെ എടുത്ത ഷോട്ടാണ് ഇത്. നമ്മൾ ബോട്ടിങ്ങിനിടയ്ക്ക് ആ മ്ലാവിനെയൊക്കെ കണ്ട പുൽമേടാണിത്.
രാത്രികളിലും മ്ലാവും കാട്ടുപോത്തും ആനകളൊക്കെ ഇവിടെ സ്ഥിരം വരാറുണ്ട്. ഈ വന്യമൃഗങ്ങളൊക്കെ എപ്പോ വേണമെങ്കിലും വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് വാച്ച് ടവറിന് ചുറ്റിനും ട്രെൻഡ് ഉള്ളത്. കേറി വന്നപ്പോ തന്നെ കണ്ട കാഴ്ച ഈ കാട്ടുപോത്തിന്റെ തലയോട്ടിയാണ്. ഇവിടുത്തെ കടുവകള് എപ്പോഴോ കൊന്നു തിന്ന ഒരു കാട്ടുപോത്തിന്റെ തലയോട്ടിയാണിത്. ഇത് വേറൊരെണ്ണം കൂടി ഉണ്ട്. ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും കോഫിയും സ്നാക്സും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടി. അപ്പൊ ഇതും കഴിച്ചിട്ട് നമുക്കൊന്ന് നടക്കാനിറങ്ങും. ഇത്രയധികം വൈൽഡ് ആനിമൽസിനെ കാണാനും കാടിനോട് ഇഴുകിച്ചേർന്ന് നടക്കാനും സാധിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ട്രെക്കിംഗ് ഓപ്ഷൻസും തരുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി കേരളത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ അടുത്തായിട്ടൊരു പന്നിക്കുട്ടനെ കണ്ടിട്ടോ. അവൻ ആ മരത്തിന്റെ പിറകിലൊന്ന് പതുങ്ങി നിന്ന് ഞങ്ങളെ നോക്കി. സൂക്ഷിച്ച് വീഡിയോയിൽ നോക്കിയാൽ കാണാം അവന്റെ ചെവി ഞങ്ങളുടെ നേരെ കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മള് അത്ര പ്രശ്നക്കാരല്ല എന്ന് തോന്നിയിട്ടാവണം അവൻ അങ്ങ് കൂളായിട്ട് നടന്നുപോയി. വെള്ളപ്പൊക്കിനെ പരന്നു പിടിച്ചതായിരുന്നു. ഇപ്പൊ കുറച്ച് തോല് മാത്രമേ ബാക്കിയുള്ളൂ. ആനകളൊക്കെ സ്ഥിരം നടക്കുന്ന വഴിയാണിത്. അതിന്റെ അടയാളങ്ങൾ നിലത്ത് കാണാൻ പറ്റും നമുക്ക്. കുറച്ചുകൂടി നടന്നപ്പോ അടുത്ത അടയാളവും കണ്ടു. ആന വന്ന് കുഴിച്ച് മണ്ണെടുത്തിട്ട് അതിന്റെ മേത്തേക്ക് എറിയാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊന്നും ഇരിക്കുമ്പോഴത്തേക്ക് അതിന് അശം കയറി അതിനെ മണ്ണെടുത്ത് മേത്തേക്ക് ഇടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മേത്തിടണമെന്ന് വെച്ചാൽ ചൂട് തണുപ്പും ചൂടൊക്കെ വരില്ല. അപ്പം തണുക്കാൻ വേണ്ടി ആ നനവ് തട്ടാൻ വേണ്ടി മണ്ണ് മാറി ഉദുവത്തേക്ക് എറിയും. അതുകൊണ്ട് ഇതിനെ പാടാണ്. മസ്നഗുഡി പോയപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരുപാട് കാട്ടുപോത്തിനെയും കാട്ടാനകളെയും കണ്ടിരുന്നു. അതുങ്ങൾ കുറെ കൂടി ഫ്രണ്ട്ലി ആയിരുന്നു. മനുഷ്യന്മാരെ കണ്ടാലും മൈൻഡ് ചെയ്യാതെ അതുങ്ങൾ അതിന്റെ പാട്ടിന് അവിടെ നിന്നോളും. പക്ഷെ ഇവിടത്തെ മൃഗങ്ങൾ അങ്ങനെയല്ല കേട്ടോ. മനുഷ്യരുടെ അനക്കം കേൾക്കുമ്പോ തന്നെ സ്ഥലം കളിയാക്കും ഇതുങ്ങള്. അതുകൊണ്ട് തന്നെ ഇതുങ്ങളെ തൊട്ടടുത്ത് കാണാൻ കിട്ടുന്നത് റെയറാണ്. ആ കാട്ടുപോത്തിന്റെ സൈസ് നോക്കിക്കേ. 600 കിലോ തൊട്ട് 1 ടൺ വരെ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ദേ ഈ മരം കണ്ടോ. ഇതിന്ന് ഒഴുകി വരുന്ന ചറം കട്ട പിടിച്ചാണ് കുന്തിരിക്ക ഉണ്ടാവുന്നത്. ഇത്രയും ഫ്രഷ് കുന്തിരിക്കത്തിന് നല്ല റേറ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം. അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫൈൻ ഉണ്ടാവും. ഇവിടെ നിന്നല്ല ഏത് കാട്ടിൽ പോയാലും ഒരു സാധനവും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കണം. ഇത് കണ്ടോ, ഇതെല്ലാം ഈ പന്നിക്കൂട്ടം കളച്ചിട്ടേക്കാണ് മൊത്തം. പന്നികൾ മാത്രല്ല കേട്ടോ, കാട്ടുകൂത്തുകളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കളച്ചിട്ടേക്കുന്ന സ്ഥലം മൊത്തം ആകുമ്പോൾ നമ്മളിപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളുണ്ടാവും അവിടെ. നമ്മളതിനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് സൗണ്ടൊക്കെ പയ്യെ സംസാരിച്ച് അധികം അനക്കമില്ലാതെ കാട്ടിൽ കൂടെ ഒച്ച ബോളൊന്നും ഇല്ലാതെ നടക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പയ്യെ സംസാരിക്കണേ. അങ്ങനെ ഞാൻ കാട്ടിൽ നിന്ന് ലേക്ക് സൈഡിലേക്ക് നടന്നിറങ്ങിയപ്പോ കണ്ട കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര ഭംഗിയായിരുന്നു. ഇത് റിയൽ ആണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നിപ്പോയി. ഈ ഭംഗി ആസ്വദിച്ച് കണ്ണെടുക്കാതെ കുറെ നേരം ഞാൻ അവിടെ സമാധാനത്തോടെ നോക്കി നിന്നു. പ്രകൃതിയുടെ ഈ ശാന്തത കണ്ടപ്പോ ധൃതി പിടിച്ചുള്ള ഈ ഒരു ജീവിതം കുറച്ചുകൂടെ ശാന്തവും സമാധാനവുമായിട്ട് ജീവിക്കേണ്ടതാണെന്ന് പ്രകൃതി എന്നെ കാണിച്ചു വരുന്നതായിട്ട് തോന്നി. ഇത്രയും കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഭംഗി ആസ്വദിച്ചു നിന്നപ്പോ ഇരുട്ടായി വന്നത് ഞാൻ അറിഞ്ഞേയില്ല. അതുകൊണ്ട് ഇനി വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നത് റിസ്ക് ആണ്.
എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്ന സമയമാണത്. പെട്ടെന്ന് സേഫായി നമുക്ക് തിരിച്ചു വാച്ച് ടവറിലേക്ക് എത്താൻ വേണ്ടി ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഈ വഴിയിലൂടെ അധികം ആരും പോവാത്തത് കൊണ്ട് കുറച്ച് കാടൊക്കെ വെട്ടിത്തെളിച്ചാണ് രാജീവ് അണ്ണൻ നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് വാച്ച് ടവറിലേക്ക് പോയ വഴിയിലേക്ക് എത്തി. വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ എത്രയും പെട്ടെന്ന് വാച്ച് ടവറിലേക്ക് എത്താൻ വേണ്ടി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് പോവാനുള്ള വഴിയിൽ തന്നെ ഒരു കൂട്ടം കാട്ടുപോത്ത് നിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ അതുങ്ങൾ ഞങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അതുങ്ങൾ അവിടുന്ന് പോയാൽ മാത്രമേ ഞങ്ങൾക്ക് വാച്ച് ടവറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഭാഗ്യത്തിന് അത് ഞങ്ങളുടെ നേരെ കുതിച്ചില്ല. അതുങ്ങൾ ആ വഴി തന്നെ കാട്ടിലേക്ക് ഓടിപ്പോയി. കാട്ടുപോത്തുകൾക്ക് 1 ടൺ വരെ ഭാരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതുങ്ങൾ കൂട്ടത്തോടെ ഓടുമ്പോൾ കാട് തന്നെ കുലുങ്ങുന്നത് പോലെ തോന്നും. സമയം 6:45 അതുകൊണ്ട് അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ക്യാമറ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴാണ് എത്രത്തോളം ഇരുട്ടുണ്ടെന്ന് വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയത് നിങ്ങൾക്ക്. ബാക്കി കാട്ടുപോത്തുകളൊക്കെ പോയിട്ടും ഈ ഒരെണ്ണം മാത്രം പോയില്ല. അതെന്തോ പുല്ല് തിന്ന് തീർന്നില്ലെന്ന് തോന്നുന്നു. പാതിരാത്രി വരെ നല്ല തീറ്റായിരുന്നു. പിന്നെ ദൂരെ കൺട്രോൾ ബേണിങ് നടക്കുന്നതിന്റെ തീ കണ്ടു. കൺട്രോൾ ബേണിങ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വാച്ച് ടവറിലേക്ക് എത്തി. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാടിനകത്തുള്ള സ്റ്റേയും ട്രക്കിങ്ങും ഒക്കെ ആയതുകൊണ്ട് തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇവിടെ അലൗഡ് അല്ല. ദേ ഇവിടെ 3 മുള്ളംപന്നികൾ വന്നിട്ടുണ്ട്. അതിന്റെ പിറകിലുള്ള മുള്ളുകള് ഇവരുടെ രോമം തന്നെയാണ് കേട്ടോ. കുറച്ച് കട്ടിയായി വളരുന്നേ ഉള്ളൂ. അത് മണ്ണിൽ തന്നെ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് കേട്ടോ ഇവരുടെ താമസം. ദേ ഒരു പഴത്തൊലിയാണ് കേട്ടോ അത് കടിച്ചോണ്ട് പോകുന്നത്. അതിനെ നോക്കി നിന്നപ്പോഴാണ് വേറൊരു മുള്ളംപന്നി ഒരു കാട്ടുപന്നിയുടെ ഒപ്പം എങ്ങോട്ടോ പോണത് കണ്ടത്. നമ്മുടെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ 65 ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാം തന്നെ. പിന്നെ സാലഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിക്കേ, ഇതെന്താ കുറുക്കനോ പുലിയോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പാക്കേജിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ടീയും സ്നാക്സും ഡിന്നറും പിന്നെ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വരെ ഇൻക്ലൂഡഡ് ആണതിൽ. നാളെ രാവിലെ ഒരു ട്രെക്കിംഗ് കൂടിയുണ്ട്. അതിന്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന 2 പേരുടെ ഈ ഒരു പാക്കേജിന്റെ ടോട്ടൽ റേറ്റ് 9600 രൂപയാണ് കേട്ടോ. ദേ ഇതാണ് നമ്മൾ നേരത്തെ ട്രെക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാട്ടുപോത്ത്. അത് ഇതുവരെ പുല്ല് കഴിച്ചു കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ തേക്കടിയിൽ വന്നിട്ട് കാട്ടാനകളെ ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് വാച്ച് ടവറിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ദൂരെയായിട്ട് ആനക്കൂട്ടത്തെ കണ്ടത് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഇതുങ്ങളെയൊക്കെ നോക്കി എന്നിട്ട് ഞാൻ പോയി കിടന്നു. അപ്പോൾ വാച്ച് ടവറിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.